ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ചൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഇതാണ്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ന്യൂ കമേഴ്സിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനിമൽ കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് ടീച്ചർ എനിക്ക് അയച്ചു തന്നു. അത് ഇതാണ്. സൈസ് കറക്റ്റ് ആവുമെന്നൊന്നും ഞാൻ കറക്റ്റ് നോക്കിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് വാങ്ങിച്ചു. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. എന്തായാലും 4 സ്റ്റാർ റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ റാബിറ്റിനെ വെളിയിലെടുത്തിട്ടുണ്ട്. മോൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. അതാണ് ഈ കവറിൻ്റെ ഒച്ച കാരണം ഉണർത്തണ്ട എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാബിറ്റ്. ആ പ്രൈസിനൊത്ത സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത് കറക്റ്റ് ആവുമെന്ന്. സ്കൂൾ കലോത്സവ സമയത്ത് കിഡ്സിനെയൊക്കെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിർത്താനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഞാനിത് ഏജ് കൊടുത്താണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഏജ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും. കുറച്ചുകൂടി സൈസ് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഏജ് കൂട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഷോ ഓഫ് ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റാബിറ്റ് അനിമൽ കോസ്റ്റ്യൂം. അപ്പോൾ അടുത്ത എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. കമോൺ ഗൈസ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഹെർബൽ കിഡ്സ് ടൂത്ത് പേസ്റ്റ് ആണിത്. എൻ്റെ മോനെ ബ്രഷ് ചെയ്താൽ പിന്നെ തുപ്പാൻ ഭയങ്കര പാടാണ്. അതിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ അത് അപ്പോഴേ സോളോ ചെയ്യും. സോ ഇത് സേഫ് ഇഫ് സോളോഡ് എന്നാണ് ലേബൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പവർഫുൾ ഹെർബ്സ് ആയിട്ടുള്ള ത്രിഫലയും മുള്ളെത്തിയും ഉണ്ട്. പിന്നെ ഇതിൽ 0% ഫ്ലോറൈഡ്, ഗ്ലൂട്ടൻ, SLS ആണ്. 6 മാസം മുതലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പാക്കറ്റും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് മോന് വാങ്ങിച്ചിട്ടുള്ള അണ്ടർവെയർ ആണ്. അപ്പോൾ യൂണിഫോം ഒക്കെ ഇടുമ്പോൾ ട്രൗസേഴ്സ് ഭയങ്കര തിക്ക് ആയതുകൊണ്ടും പിന്നെ സിബൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും നമുക്കൊരു അണ്ടർവെയർ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൽ 3 എണ്ണം എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നത്. ഒരേ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. 3 കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാം സെയിം കളറായിപ്പോയി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ബ്രീതബിൾ മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ണുടച്ച് യൂസ് ചെയ്യാം. നല്ല മെറ്റീരിയൽ. ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ആമസോണിൽ കയറി എന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് മോന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ട്രൗസേഴ്സാണ് കേട്ടോ. ഇത് ഒറ്റ പാക്കറ്റിനുള്ളിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ട്രൗസേഴ്സാണ് വരുന്നത്. ഞാൻ 3/4 ട്രൗസറാണ് നോക്കിയത്. പക്ഷേ മോന് അത് മുട്ടിൻ്റെ അവിടം വരെ നിൽക്കുന്നുള്ളായിരുന്നു. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കി, പക്ഷേ അത് പറ്റുന്നില്ല. മാക്സിമം 4 to 5 ഇയേഴ്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ടും മാത്രം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എപ്പോഴും ഈ കുഞ്ഞുമക്കളുടെ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഡെനിം ട്രൗസേഴ്സാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധാ ട്രൗസേഴ്സ് യൂസ് ചെയ്യാനും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, സ്റ്റൈലിഷുമാണ്. ഇത് ഇവിടെ 2 പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിനുള്ള ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് പ്രതീക്ഷിച്ചെങ്കിലും 2 എണ്ണം സെയിം കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ കളറിലുള്ളതാണ്. ഈ ഒരു റേറ്റിന് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കയറി വാങ്ങിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് പക്ക കോട്ടൺ ആണ്. മറ്റ് മെറ്റീരിയലൊക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. ഇത് പക്ക കോട്ടൺ, കറക്റ്റ്. കുറച്ച് കട്ടിയും കുറവാണ്. കോട്ടൺ ആണ്. പക്ഷേ മോഡലൊക്കെ ഒരേപോലെ തന്നെയാണ്, സെയിം. ഇതിൻ്റെ ക്വാളിറ്റി പക്ക കോട്ടൺ ആയതുകൊണ്ട് കുറച്ചൊന്ന് കുറവായിട്ടുള്ളതായി തോന്നി. കാരണം കട്ടി കുറവാണ്. മറ്റ് മെറ്റീരിയലൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളതായി തോന്നി. അടുത്തതെന്ന് പറയുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.